നിന്നെ സന്ദീപ് വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു. അവന് നീ പറഞ്ഞ പോലെ നിന്നോട് ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. അതാ അവൻ നിന്റെ ഫോൺ എടുക്കാതിരുന്നെ. ആ ചെറിയ ദേഷ്യം കൊണ്ടാണോ അവൻ അനക്കെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്? അവൻ എന്നോട് പറഞ്ഞല്ല. ഫോണിൽ തുടങ്ങിയ ബന്ധം ഫോണിൽ തന്നെ അവസാനിപ്പിക്കുകയാണെന്നും ഇനി മേലിൽ അവന്റെ ജീവിതത്തിൽ ഇടപെടരുതെന്നും പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചത്. ഞാനിനി എന്താ ചേച്ചി ചെയ്യേണ്ടത്? ചേച്ചി തന്നെ പറഞ്ഞതാ. അനഘ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട് മാത്രമല്ല അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോ ചേച്ചിക്കും സച്ചേട്ടനും ഒക്കെ ഈ കാര്യം അറിയായിരുന്നു അല്ലേ? എന്തിനാ ചേച്ചി എന്നിൽ നിന്നും അത് മറച്ചു വെച്ചത്? മോളെ, ചേച്ചി എല്ലാം പറയാം. നീ ആദ്യം ഈ കരച്ചിൽ നിർത്ത്. ഞാൻ പറഞ്ഞില്ലേ, അനഘയുടെ കാര്യം ഓർത്ത് മാത്രമല്ല സന്ദീപ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിന് പിന്നിൽ മറ്റെന്തോ വലിയൊരു കാരണം കൂടിയുണ്ട്. അതെന്താന്ന് ഞാനും സച്ചേട്ടനും മാറി മാറി ചോദിച്ചിട്ടും അവൻ പറയുന്നുമില്ല. എന്തായാലും അതിന്റെ പിന്നിൽ ആരാവുന്ന നിനക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. പക്ഷേ അവധിയെടുത്ത് പറയുന്നത് അവരല്ലെന്നാ. മാത്രമല്ല സന്ദീപം പറഞ്ഞു അവർക്കിതിൽ ഒരു പങ്കുമില്ലെന്ന്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അവനോട്. വേണ്ട മോളെ, അതില് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആര് ചോദിച്ചാലും അവൻ സത്യമൊന്നും പറയില്ല. കാരണം അത്രയ്ക്ക് അവനെ അവർ ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതോർത്ത് തൽക്കാലം നീ വിഷമിക്കണ്ട. എല്ലാം വിധി പോലെയല്ലേ അവസാനം വന്ന് ഭവിക്കൂ. മുൻപൊക്കെ ഇങ്ങനെ പ്രശ്നം വരുമ്പോ ഇത് നടക്കില്ല എന്നും എന്നോട് ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞ് എന്നെ കൂടെ നിർത്തുമായിരുന്നു. ഇപ്പൊ ആ ചേച്ചി തന്നെ എല്ലാം വിധിയുടെ ചുമലിൽ വെക്കുമ്പോ ചേച്ചിക്ക് പോലും മനസ്സിലായല്ലേ സന്ദീപിന്റെയും അനഘയുടെ വിവാഹം നമ്മളെ കൊണ്ട് തടയാൻ പറ്റുന്ന ഒന്നല്ലെന്ന്. ഏത് കാരണം കൊണ്ടായാലും സന്ദീപ് നമ്മളിൽ നിന്നൊക്കെ വളരെ അകന്നു പോയല്ലേ. മോളെ, ഈ ഒരു കാര്യത്തിൽ സന്ദീപ് ധൈര്യം കാണിക്കാതെ നമുക്കൊന്നും ചെയ്യാനാവില്ലെന്നുള്ളത് വാസ്തവം. എങ്കിലും ഞാനും സച്ചേട്ടനും ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. ചേച്ചിക്ക് 100% ഉറപ്പുണ്ടോ നമുക്ക് ഈ വിവാഹം തടയാൻ പറ്റുമെന്ന്? എനിക്കറിയാം ഇല്ലെന്ന്. പക്ഷെ അവസാനം വരെ എന്റെ ചേച്ചി സച്ചേട്ടനും ശ്രമിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും സന്ദീപ്, നീ കൂടുതൽ ആലോചിച്ച് മനസ്സിനെ വിഷമിപ്പിക്കണ്ട. എന്താ ഏതാന്ന് നോക്കട്ടെ ഞാൻ. സച്ചേട്ടനും കൂടി വന്നിട്ട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം.